ശ്രീ PM നിയാസ് എന്തായാലും അദ്ദേഹം UDF-ലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ UDF-ന്റെ ഭാഗത്തു നിന്നോ എതിർപ്പുണ്ടാകില്ല എന്നുള്ളത് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇടപെട്ടത്, അതിലാണ് തങ്ങൾ അനുകൂലിച്ചത് എന്നൊക്കെയുള്ള വസ്തുത നിൽക്കട്ടെ. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയാണ് എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, UDF-ലേക്ക് വരികയാണ് എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചാൽ സ്വീകരിക്കാവുന്ന ഒരു സന്നദ്ധതയൊക്കെ ആയി കഴിഞ്ഞില്ലേ UDF-നെ സംബന്ധിച്ച്? നമുക്ക് അതിനൊന്നുള്ളൊരു സമയമല്ലല്ലോ ഇത്. അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യവുമല്ലല്ലോ. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ നിലപാടുകളെ രണ്ട് കൈ കെട്ടി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ അദ്ദേഹം ഒരു വയനാട്ടിൽ കേന്ദ്രീകരിച്ച് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു. ആ യാത്രക്കിൽ നിന്നും വിട്ടു നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു, നിർദ്ദേശങ്ങൾ കൊടുത്തു, കോൺഗ്രസ് തീരുമാനമുണ്ടായി. അത് താങ്കൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വായിച്ചതല്ലേ. ഇപ്പോൾ ആ വിഷയം അതല്ല. ഇവിടെ നേരത്തെ സംസാരിച്ച മോഹൻദാസൊക്കെ എല്ലാം കൂടി അങ്ങ് ക്ലബ് ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് PC ജോർജിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായില്ല. ഞങ്ങളിപ്പോഴും പറയുന്നു, ഈ ചേലക്കരയിൽ എനിക്ക് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ DMK എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ നിലപാടുകൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനെതിരായിരുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ആ വോട്ടുകൾ, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണകരമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം LDF-നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അദ്ദേഹം മോഹൻദാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മോഹൻദാസ് ഞങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന എല്ലാ കാലത്തും ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഈ നിലപാടാണ് എടുത്തത്. ഞങ്ങൾ വിഷയത്തിൻ്റെ സാങ്കത്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മലയോര മേഖലകളിൽ കാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ബേണിംഗ് ഇഷ്യൂ ആണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ 8 വർഷമായി തുടങ്ങുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് എടുത്ത നിലപാട്, അതൊരു MLA എന്നുള്ള നിലയ്ക്ക്, സ്വന്തം നിയോജകമണ്ഡലത്തിലൊരു MLA ഇതിനു മുമ്പ് ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായി, അവിടെയെല്ലാം ഉണ്ടായ രീതിയിലാണോ മുന്നോട്ട് പോയത്? അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വളരെ ഗൗരവമായി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, അദ്ദേഹം ഈ മണിയുടെ കാര്യത്തിൽ മാത്രമാണ് PV അൻവറിന്റെ ഇടപെടൽ ഉണ്ടായത്. രാഷ്ട്രീയ നാടകം എന്നുള്ള രീതിയിലുള്ള അറസ്റ്റ് ഉണ്ടാകുന്നു. തുടർന്നങ്ങോട്ട് UDF-ന്റെ ഭാഗത്ത് പ്രതിപക്ഷ ഉപനേതാവ് അടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു 1ാം ഘട്ട ചർച്ച പൂർത്തിയായി എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഒരു മിനിറ്റ് ഞങ്ങൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് വിഷയത്തിനധിഷ്ഠിതമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള, ഇടുക്കി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ കേരളത്തിലെ സർക്കാർ, നമ്മുടെ പിണറായി സർക്കാർ അനുവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു ധിക്കാരത്തിൻ്റെയും അധികപ്രസംഗത്തിൻ്റെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല എന്ന നിലപാടിനുമെതിരായുള്ള ഒരു വിഷയമാണത്. ആ വിഷയത്തിൽ ഞങ്ങൾ നിലപാടാണ് പറഞ്ഞത്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം എന്താണ്? ഏതെങ്കിലും കാലത്ത് അദ്ദേഹം UDF-ന് വരുമ്പോൾ, അങ്ങനെ വരുവാണെന്ന സാഹചര്യം വരികയാണെങ്കിൽ അന്ന് UDF, അതിൻ്റെ ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF കക്ഷികൾ അതിന് തീരുമാനമെടുക്കും. ആ തീരുമാനം ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ എതിരായിരിക്കും. അതൊക്കെ സ്വാഭാവികമായി പൊളിറ്റിക്കൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകളാണ്, ആ തീരുമാനങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രാഹുൽ ഗാന്ധി ഏറ്റവും മ്ലേച്ഛമായി വിമർശിച്ച ഒരാളാണ് ഇദ്ദേഹം. പ്രതിപക്ഷ നേതാവിനെ വളരെ മോശക്കാരനാക്കാൻ ശ്രമിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ഉയർത്തിയിരിക്കുന്ന ഈ വിഷയത്തിലെ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്. ആ നിലപാടിൽ എന്താണ് തെറ്റ്? ഇവിടെ TG മോഹൻദാസിനൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ അഭിപ്രായം പറയൂ എന്ന് ക്ഷണിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ തന്നെ ഈ ഇടതുപക്ഷ സർക്കാർ, നമ്മുടെ ഇന്നത്തെ BJPയുടെ പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രനെ വേട്ടയാടുമ്പോൾ അതിനെ വിമർശിച്ച ആളാണ് ഞാൻ.
അദ്ദേഹം BJP-കാരനല്ലേ? എന്നാൽ പിന്നെ അദ്ദേഹം BJP-യുടെ നേതാവല്ലേ? എന്നാൽ BJP-യുടെ നേതാവിനെ ഇങ്ങനെ ഭരണകൂട ഭീകരതയുമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് എന്നാൽ പിന്നെ അദ്ദേഹം BJP-കാരനായതുകൊണ്ട് അങ്ങനെ വിട്ടേക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ലല്ലോ, ആലോചിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, BJP-ക്ക് അനുകൂലമാണെങ്കിൽ അതെല്ലാം ശരി, നിങ്ങൾക്ക് BJP-ക്ക് എതിരാണെങ്കിൽ അത് തെറ്റ്, അങ്ങനെയാണോ? രാഷ്ട്രീയമായി അല്ല എല്ലാ കാര്യം കാണേണ്ടത്. കുറച്ചൊക്കെ മനുഷ്യത്വപരമായ തീരുമാനം വേണം. അത് നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. നിങ്ങളുടെ നരേന്ദ്രമോദിയും BJP-യും RSSും ഒക്കെ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാട് മനുഷ്യത്വപരമായ നിലപാടല്ലല്ലോ, വർഗീയമായ നിലപാടല്ലേ. ആ വർഗീയമായ നിലപാടിൻ്റെ പേരിലല്ലേ മണിപ്പൂരിലെ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാത്തത്? അവിടെ പശു ഇറച്ചി തിന്നു എന്നതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ ആൾക്കൂട്ട കൊലപാതകം നടത്തപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നത് അതുകൊണ്ടല്ലേ? എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി അക്രമങ്ങൾ ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നത് അതുകൊണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി മാത്രമേ മഞ്ഞപ്പിത്തം ബാധിച്ചവർ മഞ്ഞയായിട്ട് എല്ലാം കാണൂ എന്നുള്ള രാഷ്ട്രീയം മാത്രമേ കാണൂ. അല്ലാതെ നിലമ്പൂരിലടക്കം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വർഗീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവുമില്ല. ഇതാരാ പറയുന്നത്? ആരാ പറയുന്നത്? ശരി, വർഗീയത ഞങ്ങളെ പേരിൽ ആക്ഷേപിക്കുന്നത് ആരാ? ജനൻ ടി വിയും TG മോഹൻദാസിനെ പോലെയുള്ള വർഗീയമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളെ വർഗീയത പറയുന്ന നിങ്ങൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങളെ ഒരു വിരലുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി 3 വിരലുകൾ നിങ്ങളെ ചൂണ്ടുകയാണ്. അത് നിങ്ങൾ ബോധ്യപ്പെടണം. കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ കക്ഷികളെ ആയി മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സ്ഥലത്താണ് നിങ്ങളത് പറയുന്നത്. ഞങ്ങൾ ഇവിടെ വലിയ രീതിയിൽ വയനാടിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ തന്നെ പറഞ്ഞാണല്ലോ, ഞങ്ങളുടെ 2019 മുമ്പ് എല്ലാ കാലങ്ങളിലും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് വോട്ട് പിടിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന്. കേരളത്തിലെ ദേശാഭിമാനി പത്രം CPM-ൻ്റെ പത്രമല്ലേ? അതിൽ എഡിറ്റോറിയൽ എഴുതിയ എന്താ? നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് ശ്ലാഘനീയം, അത് സ്വാഗതാർഹം എന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ ആലോചിക്കുന്നത് പൊളിറ്റിക്കലായി CPM-ന് എപ്പോഴും എന്തും എങ്ങനെയും പറയാം. അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. വർഗീയതക്കെതിരെ പോരാടുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.